നമസ്കാരം. പശ്ചിമേഷ്യയിൽ ഇസ്രായേലും ഇറാനും തമ്മിലുള്ള സംഘർഷം 3 ആഴ്ച പിന്നിടുമ്പോൾ മേഖലയിലെ രാഷ്ട്രീയ സാഹചര്യം അതീവ സങ്കീർണമായിട്ട് തുടരുകയാണ്. കേവലം 2 രാജ്യങ്ങൾ തമ്മിലുള്ള പോരാട്ടം എന്നതിലുപരിയായിട്ട് ഇത് ഗൾഫ് സഹകരണ കൗൺസിൽ GCC രാജ്യങ്ങളുടെ നിലനിൽപ്പിനെ തന്നെ ബാധിക്കുന്ന ഒരു വലിയ പ്രതിസന്ധിയായിട്ട് മാറിയിരിക്കുകയാണ്. ഇറാൻ്റെ ഭാഗത്തു നിന്നുള്ള നിരന്തരമായിട്ടുള്ള ഡ്രോൺ മിസൈൽ ആക്രമണങ്ങളൊക്കെ തന്നെ ആ മേഖലയിലെ അറബ് രാഷ്ട്രങ്ങളെ വലിയ തോതിലുള്ള സമ്മർദ്ദത്തിലാക്കുന്നുണ്ട്. ഇത് കേവലം ഒരു സൈനിക നീക്കമല്ലെന്നും മറിച്ച് അറബ് രാജ്യങ്ങളെ ബ്ലാക്ക്മെയിൽ ചെയ്യാനുള്ള ഇറാൻ്റെ തന്ത്രമാണെന്നുമാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. അമേരിക്കയുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കാൻ അറബ് രാജ്യങ്ങളെ നിർബന്ധരാക്കുക എന്ന ലക്ഷ്യം ഇതിന് പിന്നിലുണ്ടെന്ന് കരുതപ്പെടുന്നു. GCC രാജ്യങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധം അവർ ആഗ്രഹിച്ച ഒന്നല്ല. ഇത് മറ്റുള്ളവർ തമ്മിലുള്ള പോരാട്ടമാണെന്നും തങ്ങൾ ഇതിൽ കക്ഷികളല്ലെന്നുമാണ് സൗദി അറേബ്യയും UAEയും ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെയൊക്കെ തന്നെ നിലപാട്. എന്നിരുന്നാലും തങ്ങളുടെ മണ്ണിലുള്ള അമേരിക്കൻ സൈനിക താവളങ്ങൾ ലക്ഷ്യം വെച്ചുള്ള ആക്രമണങ്ങൾ അത് ഈ രാജ്യങ്ങളെ യുദ്ധത്തിലേക്ക് വലിച്ചിഴയ്ക്കുകയാണ്. ഇറാൻ തങ്ങളുടെ സൈനിക ശക്തി ഉപയോഗിച്ച് മേഖലയെ അസ്ഥിരപ്പെടുത്തുമ്പോൾ നിസ്സംഗത പാലിക്കാൻ അറബ് ഭരണാധികാരികൾക്ക് സാധിക്കില്ല. ഇപ്പോൾ യുദ്ധത്തിനില്ലെന്ന് വ്യക്തമാക്കുമ്പോഴും ഭാവിയിൽ തങ്ങളുടെ പരമാധികാരം സംരക്ഷിക്കാൻ കർക്കശമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കേണ്ടി വരുമെന്ന സൂചനയാണ് അവർ ഇവിടെ നൽകുന്നത്. ഈ സംഘർഷത്തിൽ അമേരിക്കയുടെ പങ്ക് വളരെ നിർണായകമാണ്. ഗൾഫ് മേഖലയിലെ തങ്ങളുടെ തന്ത്രപ്രധാനമായിട്ടുള്ള താവളങ്ങൾ സംരക്ഷിക്കുന്നതിനോടൊപ്പം തന്നെ ഇസ്രായേലിൻ്റെ സുരക്ഷ ഉറപ്പാക്കാനും അമേരിക്ക ബാധ്യസ്ഥരാണ്. എന്നാൽ അമേരിക്കൻ സാന്നിധ്യം കാരണമാണ് തങ്ങൾ ആക്രമിക്കപ്പെടുന്നത് എന്ന ധാരണ അറബ് ജനതയ്ക്കിടയിൽ വളർത്താൻ ഇറാൻ ശ്രമിക്കുന്നുണ്ട്. ഇത് അമേരിക്കയും അറബ് രാജ്യങ്ങളും തമ്മിലുള്ള ദീർഘകാലത്തെ ബന്ധത്തിൽ വിള്ളൽ വീഴ്ത്താനായിട്ട് സാധ്യതയുണ്ട്. മേഖലയിലെ എണ്ണ സമ്പത്തും വാണിജ്യ താൽപ്പര്യങ്ങളും സംരക്ഷിക്കാൻ അമേരിക്ക അവിടെ തുടരുമെന്ന് ഉറപ്പാണ്. ഇത് സംഘർഷം കൂടുതൽ കാലം നീണ്ടു നിൽക്കാനായിട്ട് കാരണമായേക്കാം. സമാധാനത്തിനായിട്ടുള്ള ചർച്ചകളിൽ പ്രധാനമായിട്ടും ഉയർന്നു കേൾക്കുന്നത് മേഖലയെ ആണവമുക്തമാക്കുക എന്ന നിർദ്ദേശമാണ്. ഒമാൻ മുന്നോട്ട് വെച്ച ഈ ആശയപ്രകാരം ഇറാൻ തങ്ങളുടെ ആണവ പദ്ധതികൾ അവസാനിപ്പിക്കുകയും ഇസ്രായേൽ തങ്ങളുടെ പക്കലുള്ള ആണവ ശേഖരം വെളിപ്പെടുത്തുകയോ ഉപേക്ഷിക്കുകയോ ചെയ്യണമെന്നാണ്. എന്നാൽ ഇസ്രായേലിൻ്റെ ആണവ പ്രതിരോധത്തെ തളർത്താൻ അമേരിക്ക ഒരിക്കലും സമ്മതിക്കില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. അതുകൊണ്ട് തന്നെ ഇത്തരം ഒരു കരാർ പ്രായോഗിക തലത്തിൽ എത്തിക്കുക എന്നത് വലിയൊരു വെല്ലുവിളി തന്നെയാണ്. ഇറാനും ഇസ്രായേലും പരസ്പരം വിശ്വസിക്കാത്ത ഒരു സാഹചര്യം നിലനിൽക്കുന്നിടത്തോളം കാലം സമാധാന ചർച്ചകൾ വഴിമുട്ടി നിൽക്കും. യുദ്ധം ഏറ്റവും കൂടുതൽ ബാധിക്കാൻ സാധ്യതയുള്ളത് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിനെയാണ്. ലോകത്തിൻ്റെ സാമ്പത്തിക കേന്ദ്രമായിട്ടുള്ള ദുബായ്, അബുദാബി തുടങ്ങിയ നഗരങ്ങൾ ഇറാൻ്റെ മിസൈൽ പരിധിക്കുള്ളിലാണെന്നത് വലിയ ആശങ്കയുണ്ടാക്കുന്നുണ്ട്. എണ്ണ ഉൽപ്പാദനത്തേക്കാൾ ഉപരിയായിട്ട് ആഗോള വ്യാപാരത്തെയും ടൂറിസത്തെയും ആശ്രയിച്ച് കഴിയുന്ന UAEക്ക് ഇത്തരത്തിലുണ്ടാകുന്ന ചെറിയൊരു ആക്രമണം പോലും വലിയ സാമ്പത്തിക തകർച്ചയ്ക്ക് കാരണമായേക്കും. ഹോർമുസ് കടലിടുക്കിന് തൊട്ടടുത്ത് സ്ഥിതി ചെയ്യുന്ന UAEയുടെ തന്ത്രപ്രധാനമായിട്ടുള്ള സ്ഥാനം അത് ഇപ്പോൾ അവർക്ക് ഒരു വെല്ലുവിളിയായി മാറിയിരിക്കുകയാണ്. സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം ഇറാനുമായുള്ളത് ചരിത്രപരമായിട്ടുള്ള വൈരാഗ്യമാണ്. ഇത് കേവലം ഷിയ സുന്നി തർക്കമല്ല, മറിച്ച് പേർഷ്യൻ അറബി സത്വങ്ങൾ തമ്മിലുള്ള പോരാട്ടമാണ്. സൗദിയിലെ അരാംകോ പോലുള്ള എണ്ണ കമ്പനികൾക്ക് നേരെ മുൻപും ആക്രമണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇനിയും അത്തരം ആക്രമണങ്ങളൊക്കെ തന്നെ തുടർന്നാൽ ലോകത്തെ എണ്ണ വിപണി തന്നെ തകിടം മറിയുന്നതായിരിക്കും. ചെങ്കടൽ വഴിയുള്ള ചരക്ക് നീക്കത്തിന് ഹൂതി വിമതരൊക്കെ തന്നെ ഉയർത്തുന്ന ഭീഷണിയും സൗദിക്ക് വലിയ തലവേദനയാണ് സൃഷ്ടിക്കുന്നത്. ഇറാൻ പക്ഷപാതികളായിട്ടുള്ള ഹൂതികൾ സൗദിയുടെ സാമ്പത്തിക സ്രോതസ്സുകളെ ലക്ഷ്യം വയ്ക്കുന്നത് യുദ്ധം കൂടുതൽ വ്യാപിക്കാനായിട്ട് കാരണമാകും. ഖത്തറിലെ അവസ്ഥയും ഒട്ടും ഭദ്രമല്ല. ലോകത്തിൻ്റെ പ്രകൃതിവാതക ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഖത്തറിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായാൽ അത് ആഗോളതലത്തിൽ ഊർജ്ജ പ്രതിസന്ധിക്ക് വഴിവെക്കുന്നതായിരിക്കും. ഇതിനകം തന്നെ ഖത്തറിലെ ഗ്യാസ് ഫീൽഡുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായതായിട്ടും അവ പഴയ രീതിയിലാക്കാനായിട്ട് ഇനി വർഷങ്ങളെടുക്കുമെന്നുമാണ് റിപ്പോർട്ട്. ഇത് വരും വർഷങ്ങളിൽ ലോകമെമ്പാടും CNG ക്ഷാമത്തിനും വിലക്കയറ്റത്തിനുമൊക്കെ തന്നെ കാരണമായേക്കാം. ഊർജ്ജ വിപണിയിലെ ഈ അസ്ഥിരത വികസിത രാജ്യങ്ങളെയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഈ യുദ്ധം നേരിട്ടുള്ള ബാധ്യതയാണ്. ഏകദേശം 35 ലക്ഷത്തോളം മലയാളികൾ ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നുണ്ട്. ഗൾഫിൽ നിന്നുള്ള പണമാണ് കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലെന്ന് പറയുന്നത്. അവിടെ ഉണ്ടാകുന്ന ഏതൊരു സാമ്പത്തിക തകർച്ചയും കേരളത്തിലെ വീടുകളെയും വിപണിയെയും നേരിട്ട് ബാധിക്കുന്നതാണ്. തൊഴിൽ നഷ്ടപ്പെട്ട് പ്രവാസികൾ വൻതോതിൽ നാട്ടിലേക്ക് മടങ്ങേണ്ടി വന്നാൽ അത് വലിയൊരു സാമൂഹിക സാമ്പത്തിക പ്രതിസന്ധിക്ക് കാരണമാകും. അതിനാൽ തന്നെ പ്രവാസികളുടെ സുരക്ഷയും തൊഴിൽ സ്ഥിരതയും ഒക്കെ തന്നെ നമുക്ക് അതീവ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. എണ്ണ ഉൽപ്പാദനം കുറയുന്നത് അത് ആഗോള വിപണിയിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില കുത്തനെ കൂട്ടാനായിട്ട് ഇടയാക്കും. ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ ഇത് നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റത്തിന് പോലും കാരണമാകും. ഗതാഗത ചെലവ് വർദ്ധിക്കുന്നത്
പച്ചക്കറി മുതൽ മരുന്നുകൾക്ക് വരെ വില കൂടാനായിട്ട് ഇടയാക്കും. നിലവിൽ തെരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് തന്നെ ഇന്ധന വിലയിൽ വലിയ മാറ്റങ്ങൾ കാണുന്നില്ലെങ്കിൽ പോലും വരും മാസങ്ങളിൽ ഇത് വലിയൊരു ഭാരമായിട്ട് ജനങ്ങൾക്ക് മേൽ പതിക്കാനുള്ള സാധ്യതയുണ്ട്. സാമ്പത്തിക മാന്ദ്യം എന്ന ആ ഒരു ഭീതി ലോകമെമ്പാടും പടരാൻ ഇത് കാരണമാകും. ഗൾഫ് രാജ്യങ്ങളിലെ വിതരണ ശൃംഖല അത് തടസ്സപ്പെടുന്നത് അവിടുത്തെ ജീവിതത്തെ ദുസ്സഹമാക്കി മാറ്റും. ഭക്ഷണ സാധനങ്ങളും മറ്റ് അവശ്യ വസ്തുക്കളും ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങളായതുകൊണ്ട് തന്നെ ഹോർമുസ് കടലെടുക്ക് അടയ്ക്കപ്പെട്ടാൽ അത് തീർച്ചയായിട്ടും വലിയ രീതിയിലുള്ള ക്ഷാമത്തിന് കാരണമായി മാറും. കാരണം വിമാനമാർഗം സാധനങ്ങളൊക്കെ തന്നെ എത്തിക്കുന്നത് വലിയ ചിലവുള്ള കാര്യമാണ്. ഇത് പ്രവാസികളുടെ ജീവിത ചെലവ് വർദ്ധിപ്പിക്കുകയും അവരുടെ സമ്പാദ്യത്തെ തന്നെ പൂർണ്ണമായിട്ട് ബാധിക്കുകയും ചെയ്യും. കൺസ്ട്രക്ഷൻ മേഖലയിൽ ഉണ്ടാകുന്ന അസംസ്കൃത വസ്തുക്കളുടെ കുറവ് നിർമ്മാണ പ്രവർത്തനങ്ങളെയും അതുവഴി തൊഴിലാളികളെയും ഒക്കെ തന്നെ പ്രതികൂലമായിട്ട് ബാധിക്കും. യുദ്ധം നീണ്ടുപോകുമ്പോൾ ഉണ്ടാകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വെല്ലുവിളി എന്ന് പറയുന്നത് അത് പാനിക് ബൈയിങ് ആണ്. അതായത് സാധനങ്ങൾ തീർന്നു പോകുമെന്ന ആ ഒരു ഭയത്തിൽ, പേടിയിൽ ജനങ്ങൾ വൻതോതിൽ സാധനങ്ങൾ വാങ്ങിക്കൂട്ടുന്നത് വിപണിയിൽ കൃത്രിമമായിട്ടുള്ള ക്ഷാമമുണ്ടാക്കും. ഇത് സാധാരണക്കാരായിട്ടുള്ള പ്രവാസികളെയാണ് കൂടുതലും ബുദ്ധിമുട്ടിക്കുന്നത്. അതുപോലെ തന്നെ വ്യാജ വാർത്തകളും ഭീതി പരത്തുന്ന സന്ദേശങ്ങളും സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിക്കുന്നത് ഈ ഒരു സാഹചര്യം കൂടുതൽ വഷളാക്കി മാറ്റും. ഇത്തരം സന്ദർഭങ്ങളിൽ സംയമനം പാലിക്കുകയും കൃത്യമായിട്ടുള്ള വിവരങ്ങൾ മാത്രം വിശ്വസിക്കുകയും ചെയ്യേണ്ടത് ഇന്ന് ലോകത്ത് അനിവാര്യമാണ്. മേഖലയിലെ സമാധാനത്തിന് ഏക പോംവഴി എന്നത് നയതന്ത്ര ചർച്ചകൾ മാത്രമാണ്. ഇറാൻ തങ്ങളുടെ വിനാശകാരികളായിട്ടുള്ള ആയുധ പദ്ധതികളിൽ നിന്ന് പൂർണ്ണമായിട്ട് പിന്മാറുകയും അയൽ രാജ്യങ്ങളുമായിട്ട് സമാധാനപരമായിട്ടുള്ള ബന്ധം പുനഃസ്ഥാപിക്കുകയും വേണം. അതുപോലെ തന്നെ ഇസ്രായേലും അന്താരാഷ്ട്ര നിയമങ്ങൾ പാലിക്കാനും മാനിക്കാനും സമാധാന കരാറുകളുടെ ഭാഗമാകുവാനും ഒക്കെ തന്നെ തയ്യാറാകണം. അമേരിക്കയെ പോലുള്ള ബാഹ്യശക്തികളുടെ ഇടപെടൽ കുറയ്ക്കുകയും മേഖലയിലെ രാജ്യങ്ങൾ തന്നെ അവർ പരസ്പരം പ്രശ്നപരിഹാരത്തിന് മുൻകൈ എടുക്കുകയും ചെയ്യണം. സൗദി അറേബ്യ, ഇറാൻ, ഇസ്രായേൽ എന്നീ ശക്തികൾ ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്നു കൊണ്ട് ചർച്ച നടത്തിയാൽ മാത്രമേ ഇതിൽ ശാശ്വത സമാധാനം ഇനി സാധ്യമാവുകയുള്ളൂ. റഷ്യയും ചൈനയും ഉൾപ്പെടെയുള്ള വൻ ശക്തികൾക്കും ഈ മേഖലയിൽ താല്പര്യങ്ങളുണ്ട്. അമേരിക്കയുടെ സ്വാധീനം കുറയുന്നത് തങ്ങൾക്ക് അനുകൂലമാകുമെന്ന് അവർ കരുതുന്നുണ്ട്. എന്നാൽ ഒരു പൂർണ്ണ രൂപത്തിലുള്ള യുദ്ധം ആഗോള സമ്പദ് വ്യവസ്ഥയെ തകർക്കുമെന്നതിനാൽ തന്നെ അവർക്കും സമാധാനം ആവശ്യമാണ്. ബാഹ്യശക്തികളുടെ രാഷ്ട്രീയ കളികളിൽ വീഴാതെ സ്വന്തം ജനതയുടെ ക്ഷേമം മുൻനിർത്തിക്കൊണ്ട് ഗൾഫ് രാജ്യങ്ങൾ ഇതിൽ തീരുമാനമെടുക്കേണ്ടതുണ്ട്. യുദ്ധം ഒരു പരിഹാരമല്ലെന്നും അത് പുതിയ പ്രശ്നങ്ങൾക്ക് തുടക്കം കുറിക്കുമെന്നും ചരിത്രം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. ഈ ഒരു യുദ്ധപ്രതിസന്ധി മാഞ്ഞു പോകണമെന്നും ലോകം വീണ്ടും സമാധാനത്തിലേക്ക് മടങ്ങണമെന്നും നമുക്ക് പ്രാർത്ഥിക്കാം. യുദ്ധം ഒരു ആസ്വാദനമല്ല, മറിച്ച് മനുഷ്യജീവനുകൾ പൊലിയുന്ന ഒരു ദുരന്തമാണ് എന്ന് മനസ്സിലാക്കണം. പ്രവാസ ലോകത്തുള്ള ജനങ്ങളുടെയൊക്കെ തന്നെ സുരക്ഷയ്ക്കായിട്ട് വിവേകപൂർണമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാൻ ഏതായാലും ലോക നേതാക്കളെ സംബന്ധിച്ച് അവർക്ക് സാധിക്കട്ടെ. നയതന്ത്രപരമായിട്ടുള്ള നീക്കങ്ങളിലൂടെ പശ്ചിമേഷ്യയിൽ സമാധാനത്തിൻ്റെ വെള്ളരിപ്രാവുകൾ വീണ്ടും പറക്കുമെന്നും ആഗോള സമ്പദ് വ്യവസ്ഥ സുരക്ഷിതമാകുമെന്നും നമുക്ക് പ്രതീക്ഷിക്കാം.